മനുഷ്യന് മരണത്തെ ഭയമാണ്. എപ്പോഴൊക്കെ സാധിക്കുന്നുവോ, ഏതൊക്കെ രീതിയിൽ സാധിക്കുന്നുവോ, അപ്പോഴെല്ലാം മനുഷ്യൻ മരണത്തിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നു, അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സത്യമെന്തെന്നാൽ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം മരണത്തിനോട് അടുക്കുന്നു. ഏതൊക്കെ വഴിയിലോടിയാലും മനുഷ്യൻ ഒടുവിലെത്തിച്ചേരുന്നത് മരണത്തിൽ തന്നെയാണ്. ഒരു കൊച്ചു കഥ കേൾക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ മഹാദേവനെ കാണാനായി കൈലാസത്തിലേക്ക് ചെന്നു. മഹാവിഷ്ണുവിൻ്റെ വാഹനം ഗരുഡനാണ്. ഗരുഡൻ്റെ സഹായത്തോടെയാണ് മഹാവിഷ്ണു കൈലാസത്തിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ മഹാവിഷ്ണു ഗരുഡനോട് കാത്തു നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഗേറ്റിൻ്റെ വളരെ വലിയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. ഗരുഡൻ മഹാവിഷ്ണുവിന് വേണ്ടി കാത്തു നിന്നു. അപ്പോഴാണ് ഗരുഡൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. വാതിലിൽ ഒരു പ്രാവിരിക്കുന്നു. പേടിച്ച് വിറച്ച് വല്ലാത്ത വിഷമത്തിലാണ് ആ പ്രാവിരിക്കുന്നത്. ഗരുഡൻ പ്രാവിനോട് ചോദിച്ചു, എന്തു പറ്റി? നീ എന്താ ഇത്രയ്ക്കും പേടിച്ചിരിക്കുന്നത്? പേടിച്ച് വിറച്ചുകൊണ്ട് പ്രാവ് പറഞ്ഞു, കുറച്ചു മുൻപ് ഞാൻ മരണത്തിൻ്റെ ദേവനെ കണ്ടിരുന്നു. അദ്ദേഹം ഈ വഴി പോയിരുന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് നിന്നു, ഒരുപാട് അത്ഭുതത്തോട് നോക്കി, എന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം പോയി. നിങ്ങൾക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലേ? ഇതിനർത്ഥം എൻ്റെ മരണം അടുക്കാറായി എന്നാണ്. എനിക്കിനി ജീവിക്കാൻ ഒരുപാട് സമയം ബാക്കിയില്ല. പ്രാവിൻ്റെ മറുപടി കേട്ടതും ഗരുഡൻ പറഞ്ഞു, ഹേയ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്തരം ചെറിയ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നീ എന്തിനാണ് പേടിക്കുന്നത്? മരണത്തിൻ്റെ ദേവനായിരുന്നാലും ശരി, നിന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ അതിനർത്ഥം നിന്റെ മരണമായി എന്നാണോ? ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീ എങ്ങനെ മരിക്കാനാണ്? നീ പൂർണ്ണ ആരോഗ്യവാനാണ്. നിനക്കൊരു അസുഖവുമില്ല, ദേഹത്ത് മുറിവുകളില്ല. പിന്നെ എങ്ങനെ മരിക്കാനാണ്? ആകെയുള്ളൊരു സാധ്യതയുള്ളത് ഏതെങ്കിലും ശത്രു വന്ന് നിന്നെ ഉപദ്രവിക്കുകയോ പിടിച്ചുകൊണ്ട് പോകാനോ കൊല്ലാനോ ആണ്. അതിനൊരു പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. ലോകാലോക എന്നൊരു പർവ്വതമുണ്ട്. ഇവിടുന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ മാറിയാണത്. അവിടെ ഒരാൾക്കും എത്തിച്ചേരാൻ സാധിക്കില്ല. നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, വരൂ. ഗരുഡൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രാവിന് സമാധാനമായി. അങ്ങനെ ഗരുഡൻ പ്രാവിനെയും കൊണ്ട് ലോകാലോക എന്ന പർവ്വതങ്ങളിലേക്ക് പോയി. പ്രപഞ്ചത്തിൻ്റെ അറ്റത്തിലാണത്രേ ഈ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അത്ഭുതകരമായൊരു പർവ്വതമാണത്. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ഗരുഡനെ സംബന്ധിച്ചിടത്തോളം കവർ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അദ്ദേഹം ഈ പ്രാവിനെ ലോകാലോക പർവ്വതങ്ങളിൽ എത്തിച്ചു. പ്രാവിന് സമാധാനമായി. ഗരുഡൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഗരുഡൻ കൈലാസത്തിലെത്തിയപ്പോൾ കൈലാസത്തിന് ഗേറ്റ് വഴി അതാ മരണത്തിൻ്റെ ദേവൻ പുറത്തേക്ക് വരുന്നു. മരണത്തിൻ്റെ ദേവനെ കണ്ടതും ഗരുഡൻ പറഞ്ഞു, അങ്ങ് അന്വേഷിക്കുന്ന പ്രാവ് പോയിരിക്കുന്നു. അവനെ ഞാൻ ലോകാലോക പർവ്വതങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. ഇനി അവന് ഒന്നും സംഭവിക്കില്ല. ഇത് കേട്ടതും മരണത്തിൻ്റെ ദേവൻ പൊട്ടിച്ചിരിച്ചു. മരണത്തിൻ്റെ ദേവൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളാണല്ലേ അവനെ അവിടെ എത്തിക്കുന്നത്? ഞാനും അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ കഥയിൽ പറയുന്നത് അവൻ മരിക്കേണ്ടത് ലോകാലോക പർവ്വതങ്ങളിലാണെന്നാണ്. അതിനാണെങ്കിൽ ഇനി കുറച്ച് നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. കൈലാസത്തിലിരിക്കുന്ന അവൻ എങ്ങനെ അവിടെ എത്തുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. ഇതും പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ ദേവൻ നടന്നുപോയി. മരണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നവർ അതിന് ഏത് വഴിയിലൂടെ ആയിരുന്നാലും ഒടുവിൽ എത്തിച്ചേരുന്നത് മരണത്തിൽ തന്നെയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീലിങ്സ് കമൻസിലൂടെ അറിയിക്കുക. അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.